സത്യത്തിലേ ഈ ദുബായ് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 മുതല്, അതായത് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ അന്നൊന്നും ഇതുവരെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല പല കാരണങ്ങളാൽ. ഇവിടെ നാടോടിക്കാറ്റില് മോഹൻലാലും ശ്രീനിവാസും പറഞ്ഞ മാതിരി എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. നമ്മുടെ സമയം ഇപ്പോഴാണ് ശരിയായത് ട്ടാ. നമ്മളൊരു 3 മണിയോട് റൂമിൽ നിന്ന് റെഡി ആയിട്ട് നമ്മൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ട്ടാ. അതായത് എത്താൻ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടല്ലോ, നമ്മുടെ മൊട്ട ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് നമ്മളിവിടെ. ദുബായിൽ മാത്രമല്ല കേട്ടാ, വേൾഡ് വൈഡ് ആയിട്ടുള്ളതാ. ആ ടീം മൊത്തം ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് അടിച്ച് പൊളിക്കാന്നുള്ള ഒരു സംഭവത്തിലാണ് വന്ന് നിൽക്കണത് കേട്ടാ. നമ്മുടെ മൊട്ട ഗ്ലോബൽ സംഘടനയിലെ മിക്ക ടീമും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് പേർക്കും കൂടിയും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോ പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. റണ്ണ് ഇവിടെ ആരംഭിച്ചിട്ടില്ല. അതിനുള്ള ഒരു ഒഴുക്കിലാണ്. ജനസമുദ്രം എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടോ നമ്മള്? അതുപോലുള്ളൊരു സമുദ്രം തന്നെയാണ് കേട്ടത്. നമ്മുടെ ദുബായ് റണ്ണ് 2019 തുടങ്ങുമ്പോണ്ടല്ലോ, വെറും 70,000 പേരായിരുന്നു ഇതിൽ പങ്കെടുത്തത്. ഇപ്പോ 2025 ആകുമ്പോ ഫിഗർ അങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. 3,70,000 പേരാണ് ഇതിൽ പങ്കെടുത്തത്. നമ്മുടെ ദുബായിയെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും തിരക്കേറിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറയുന്നത്. അവിടം തൊട്ട് ട്രേഡ് സെന്റർ വരെ ഇങ്ങനെ റോഡ് തടഞ്ഞിട്ട് ഇങ്ങനെ ജനസമുദ്രം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഷക്കീർ ബായിക്ക് നടക്കുമോ? അങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഒരു 5 കിലോമീറ്ററും 10 കിലോമീറ്ററും ആയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇവിടെ തിരിച്ചേക്കുന്നത്. ഞാനൊക്കെ വെറും 5 കിലോമീറ്ററിലാണ് നിൽക്കുന്നത് കേട്ടാ. 5 കിലോമീറ്റർ സ്റ്റാർട്ടിങ് പോയിന്റിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത്ര ജനങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ദുബായ് റൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ മൊട്ട ഗ്ലോബലിന്റെ ഫുൾ ടീമോട് വന്നിട്ടുണ്ട് കേട്ടാ. ഫുൾ ടീമിന്റെ ഒരു ശക്തി തന്നെയാണ് ഇവിടെ തുടങ്ങിയത്. അപ്പൊ ദുബായ് റൺ തുടങ്ങേണ്ട ഒരു സ്പോട്ടാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടാ. ഇവിടെ നിന്നാണ് നമ്മുടെ ദുബായ് റൺ തുടങ്ങുന്നത്. ദുബായ് റണ്ണായാലും മലയാളികൾക്ക് ഒരു ആഘോഷത്തിന്റെ ഒരു തിമിർപ്പ് തന്നെയാണ് കേട്ടത്. ഈ റണ്ണിനെ സംബന്ധിച്ച് പല പല രാജ്യക്കാര് പല പല വേഷക്കാര് നമുക്ക് കാണാൻ പറ്റൂട്ടാ. അങ്ങനെ പല പല വേഷങ്ങളും കണ്ടിട്ട് നമ്മൾ ഈ 5 കിലോമീറ്റർ നടന്ന് അറിഞ്ഞില്ല കേട്ടാ. ഈ ദുബായ് റണ്ണിന്റെ 5 കിലോമീറ്ററിന്റെ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് പണ്ടാറ വിശപ്പാണ് നമുക്ക് വരിക. വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിശപ്പ്. അപ്പൊ നമ്മൾ നേരെ വിട്ടത് കരാമയിലേക്കാണ് കേട്ടാ. കരാമയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, രുചിയുടെ ഒരു വിഭവം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ വിഷ്ണുഭായിരെ ഒരു ഗഡിയുടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു, തലശ്ശേരി ശ്രീനാരായണ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാണല്ലോ. ഒന്നൊന്നര ടേസ്റ്റ് ആണ് കേട്ടാ. അതായത് നമ്മൾ വെറുതെ പറയല്ല. അതായത് നമ്മളെ ചോറിനുണ്ടല്ലോ, ചെമ്മീൻ കറി ഒഴിച്ച് തന്നെ ഏതെങ്കിലും റെസ്റ്റോറന്റ് നിങ്ങൾ കണ്ടാ അത് ഇവിടെ സാധ്യമാണ് കേട്ടാ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. എന്ന് വിചാരിച്ചിട്ടേ കൊല്ലണ റേറ്റ് ഒന്നുമില്ല ഇവിടെ. ഇവിടെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ടതേ ഒരു ചമ്മന്തി ഉണ്ട് കേട്ടാ, നാളികേര ചമ്മന്തി. ഉഫ്, ഒരു രക്ഷയില്ലാത്ത സാധന. അത് കഴിച്ചാൽ നോക്കണം. പിന്നെ ഉള്ളതുണ്ടല്ലോ മാന്തൽ ഫ്രൈ. ഓഫ്, എന്റെ പൊന്നോ, വീട്ടിലൊക്കെ നമ്മള് കഴിക്കില്ലേ, അതേ ഫീലാണ് നമുക്ക് കിട്ടുക കേട്ടാ. എന്റെ പൊന്നോ, വേറെ ഐറ്റം ഉണ്ട് കേട്ടോ അവിടെ, ചെമ്മീൻ ഫ്രൈ. ഓ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെമ്മീൻ ഫ്രൈനെ ആസ്വദിച്ച് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അത്ര രുചികരം എന്ന് പറഞ്ഞിട്ടല്ലോ, ഒന്നും പറയാനില്ല സത്യത്തില്. നമ്മുടെ കൂടെയുള്ള ബിജുഭായി ആയാലും വിഷ്ണുഭായി ആയാലും അന്താളിച്ച് പോയിട്ടാ ഭക്ഷണം കഴിച്ചിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് നമ്മുടെ കബീർക്കയാണ് കേട്ടാ. കബീർക്കക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ഒരു സാധനം ഉണ്ട് സ്പെഷ്യല്, മീൻമുട്ട കൊണ്ടുള്ള ഒരു വിഭവം. അത് ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ, ആകെ അന്താളിച്ച് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല നമ്മള്. അതേപോലെ അന്താളിച്ച് പോയിട്ട് അത് കഴിച്ചിട്ട് അത്ര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആദ്യം ഉഗ്ര ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ വിഷ്ണുഭായിക്ക് ഓരോ നിർബന്ധം, നമ്മുടെ പാനിപ്പൂരി ഒന്ന് കഴിക്കണം. പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് കലക്കിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും തരണത് നമ്മുടെ വിഷ്ണുഭായി. ആദ്യം കിട്ടിയത് നമ്മുടെ കബീർ ഭായി. കബീർ ഭായി ആസ്വദിച്ച് കഴിച്ചുട്ടോ.